ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമയാണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലായ ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല രാഷ്ട്രങ്ങൾ. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 4 രാജ്യങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. അപ്പൊ ഇതിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്താടാ, പേർഷ്യൻ ഭരണ സംവിധാനം, പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. പേർഷ്യയിൽ എങ്ങനെയൊക്കെയായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്? വലിയ വാസ്റ്റ് എംപയർ ആയിരുന്നു അല്ലേ, വലിയൊരു എന്താണ് സാമ്രാജ്യമായിരുന്നു പേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു എന്നറിയോ? അവിടുത്തെ ഭരണാധികാരികൾ എന്താ ചെയ്തെന്നറിയോ? നമ്മളെ പേർഷ്യൻ സാമ്രാജ്യത്തെ ഡിവൈഡ് ചെയ്തു. ചെറിയ 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 പ്രവിശ്യകളായിട്ട്, പ്രൊവിൻസസ് ആയിട്ട് എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കിക്കോ, ഇതേപോലെ അല്ലെ. അതായത് എന്താണ്, നമ്മുടെ സാമ്രാജ്യത്തെ ചെറിയ 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 പ്രവിശ്യകളായിട്ട്, പ്രൊവിൻസസ് ആയിട്ട് എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് മിസ് പറയാൻ പോകുന്നത്. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ എന്ത് ചെയ്തു? നിരവധി സത്രബി, ആ പ്രവിശ്യകൾ എന്ന് പറയുന്നത് സത്രബി എന്നാണ്. പ്രവിശ്യകൾ സത്രബികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ്, ആ ഡിവൈഡ് ചെയ്തില്ലേ, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തെ ഒരുമിച്ച് ഭരിക്കാൻ ഭയങ്കര എളുപ്പമല്ല. എന്ന് വെച്ചാൽ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് വേണ്ടി, നല്ലൊരു ഭരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സാമ്രാജ്യത്തെ എന്തായി? സത്രബികളായി. ഓക്കെ, എന്താണ് Satrabis? The vast empire was divided into several Satrabis. Okay, എങ്ങനെയാണ്? നമ്മുടെ പ്രവിശ്യകൾ, പ്രൊവിൻസസ് ഒക്കെ പറയില്ലേ, പ്രൊവിൻസസ്. അപ്പൊ അങ്ങനെ പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിവൈഡ് ചെയ്തതിന് എന്താ വിളിച്ചത്? സത്രബീസ് എന്നായിരുന്നു. ഈ സത്രബീസിൽ ഭരണം നടത്തിയത് ആരാണെന്നറിയോ? സത്രബ്. ഓക്കെ, സത്രബ്, അതായത് അവിടെ ഭരിക്കുന്ന എന്താണ്, ഗവർണർമാരാണ് എന്ത്, സത്രബ് എന്ന് പറയുന്നത്. സത്രബികളിൽ ഭരണം നടത്തുന്നത് ആരായിരുന്നു? സത്രന്മാരായിരുന്നു. ഓക്കെ, നോക്കിക്കോ. These Satrabis were under governors known as satraps. അതെന്താണ്? സത്രബ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു ഇത് ഈ സത്രബികൾ ഉണ്ടായിരുന്നത്. ഡിവൈഡ് ചെയ്ത ആ സത്രബികള് സത്രന്മാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഗവർണർമാരായ സത്രന്മാർ എന്താ ചെയ്യുന്നതെന്നറിയോ? രാജാവ്, അവിടുത്തെ രാജാവ് ഉണ്ടായില്ലേ, പുള്ളിക്കാരൻ പറയുന്ന നിയമങ്ങളൊക്കെ അല്ലെ, പുള്ളിക്കാരൻ പറയുന്ന നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളൊക്കെ എന്താണ് ഈ സത്രബികളിൽ നടപ്പിലാക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ സത്രബിയിൽ ആരെ ഭരിച്ചുകൊണ്ടിരുന്നേ? സത്രബല്ലേ. അപ്പൊ ഈ സത്രന്മാര്, രാജാക്കന്മാര് പറയുന്ന പോലെ എന്താണ് അവിടെ പല നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും ഒക്കെ എന്താണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് എന്താ, ദി സത്രബ് എൻഫോഴ്സ്ഡ് ദ ലോസ് ആൻഡ് ടാക്സ് സിസ്റ്റം. നികുതിപരമായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും, എല്ലാ പരിപാടികളും എന്താണ് ഈ ഗവർണർമാർ വഴി എന്താണ് രാജാക്കന്മാർ അങ്ങോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതുപോലെ ആര് ചെയ്യും? അതുപോലെ സത്രന്മാര് സത്രബികളിൽ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെയായിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്താ, സത്രബീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അവിടെ ഭരിച്ചിരുന്ന ആരായിരുന്നു? സത്രബായിരുന്നു. ദെൻ എന്താണ്, രാജാവ് പറയുന്ന ഒക്കെ അവർ കേട്ടിട്ട് ഈ സത്രന്മാർ എന്താണ് സത്രബികളിലെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും എന്താണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒന്നാണ് എന്താ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒന്നാണ് നമ്മുടെ പേർഷ്യയിലാണ് എന്ത് വന്നതടാ, സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത് പേർഷ്യയിലായിരുന്നു. സൊറോസ്ട്രിയൻ എന്നാണ് പറയാ. ഇത് ഫൗണ്ട് ചെയ്തത് ആരറിയോ? സൊറോസ്ട്ര ആയിരുന്നു. സൊറോസ്ട്ര ആണ് ഫൗണ്ട് ചെയ്തത്. എന്താണ് ഇതിന്റെ വിശ്വാസം? ബിലീവ് ചെയ്ത് എന്താണ്, വൺ ഗോഡ് അല്ലെ, ബിലീവ്ഡ് ഇൻ വൺ ഗോഡ് കോൾഡ് എന്താണ്, ഔറ മസ്ദ എന്നായിരുന്നു. അതുപോലെ എന്താണ് അവരുടെ റിലീജിയസ് ടെക്സ്റ്റ്, മതപരമായ ഗ്രന്ഥത്തെ വിളിച്ചിരുന്നത് എന്താ അറിയോ? സെൻഡ് അവസ്ഥ. എന്തൊരു അവസ്ഥയാണെന്ന് പറയില്ലേ, സെൻഡ് അവസ്ഥ എന്നായിരുന്നു അവരുടെ റിലീജിയസ് ടെക്സ്റ്റിന്റെ, മതഗ്രന്ഥത്തിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ എന്ന് പറയാ, അഹുരമസ്ത എന്ന് വിളിക്കപ്പെട്ട ഒരു ഏകദൈവത്തിലായിരുന്നു ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാരാണ്? സരതുഷ്ടയാണ് കേട്ടോ. സരതുഷ്ടയാണ് സ്ഥാപകൻ എന്ന് പറയുന്നത്. സരതുഷ്ട്ര ദർശനം ആരാണ് കൊണ്ടുവന്നത്? ആരാണ് രൂപപ്പെടുത്തിയത്? സരതുഷ്ടയാണ്. അതുപോലെ അഹുരമസ്ത എന്ന് പറയുന്നത് എന്താണ്, ഒരു ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ്, സെൻഡ് അവസ്ഥയായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒക്കെ സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ടാറ്റാ, ബൈ.